പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രി വേളയിൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ വചനവുമായിട്ട് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകി തന്ന ഈ നല്ല സമയത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അതിന് എനിക്ക് പ്രകാരം ഒരു അവസരം കൂടെ നൽകി തന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി റോസ്ലിൻ സുരേഷിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിലൂടെ കർത്താവിൻ്റെ വചനവുമായിട്ട് കടന്നു വരുവാൻ ദൈവം സഹായിച്ചല്ലോ. കർത്താവിന് സകല മഹത്വവും കരയേറ്റുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വൈകിയവേളയിൽ അല്പസമയം കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ വചനം പഠിക്കുവാൻ, കർത്താവിൻ്റെ വചനം ചിന്തിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തിനായ സ്തോത്രം. കേൾവിക്കാരാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ ഗ്രൂപ്പിനെ, എൻ്റെ അഡ്മിനെ, ഇതിൽ പ്രവർത്തിക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും, ഇതിലൂടെ ദൈവവചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം അവരുടെ മേൽ പകരുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കർത്താവിൻ്റെ വചന നാമത്തിലുള്ള എല്ലാ നന്ദിയെയും വന്ദനത്തെയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. സ്തോത്രം. കർത്താവ് നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് തിരുവചനത്തിലൂടെ അല്പമായ കാര്യങ്ങൾ സംസാരിപ്പാനായിട്ട് എനിക്ക് തന്നിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം മുതൽ കൃപായുഗം വരെ എന്നുള്ള ഒരു സബ്ജക്റ്റാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ഈ റോസ് ഫാമിലി പ്രേയർ ഗ്രൂപ്പിൻ്റെ 19th ഓൺലൈൻ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അനേക മെസ്സേജുകളൊക്കെ നിങ്ങൾ കേൾക്കുവാനിടയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് വൈകിയവേളയിൽ അല്പസമയം ആ സബ്ജക്റ്റിനെ കേന്ദ്രീകരിച്ച് അല്പകാര്യങ്ങൾ സംസാരിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയം തിരുവചനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. പരിശുദ്ധനാകുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമായി നല്ല വൈകിയവേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഇപ്രകാരം തിരുവചനവുമായിട്ട് കടന്നു വരുക സ്വർഗത്തിലെ ദൈവം നൽകി തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദ്യമായി ഞങ്ങളോട് സംസാരിക്കണം. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ഞങ്ങളോട് എന്താണ് സംസാരിപ്പാനുള്ളത് അത് കർത്താവ് ഞങ്ങളോട് അറിയിക്കണമേ, ഞങ്ങളോട് സംസാരിക്കണമേ, തിരിഹിതം വെളിപ്പെടുത്തണമേ, കേൾവിക്കാരെ ദൈവം ഒരുക്കണമേ. എല്ലാവരുടെ ഹൃദയത്തിൽ അത് അനുഗ്രഹമായി നന്മയായി തീരുവാൻ ദൈവം സഹായിക്കണമേ. ഈ ഗ്രൂപ്പിനെ, എൻ്റെ അഡ്മിനെ, ഇതിൽ പ്രവർത്തിക്കുന്ന സകല പ്രവർത്തകരെ, ഇതിലൂടെ വചനം സംസാരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതിലൂടെ വചനം കേൾക്കുന്ന ദൈവമക്കളെ, ഏതെല്ലാം രാജ്യങ്ങളിലെ, സ്ഥലങ്ങളിലെ, ഭവനങ്ങളിലെ വചനം ചെന്നെത്തുന്നു അവിടെയൊക്കെയും ദൈവത്തിൻ്റെതായ വലിയ പ്രവൃത്തി വെളിപ്പെടേണ്ടത്. ദൈവജനം തങ്ങളെ തന്നെ ഒരുക്കുവാൻ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ, കൃപായുഗത്തിൽ ദൈവം ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന എല്ലാ നന്മകളും പ്രാപിച്ചെടുക്കുവാൻ, കർത്താവിൻ്റെ ഹിതപ്രകാരം ജീവിപ്പാൻ. ഹല്ലേലൂയ. എല്ലാവരെയും ദൈവം ഒരുക്കുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആത്മാവിൻ്റെ നിറവ് ശുശ്രൂഷിപ്പാനുള്ള കൃപയടിയനെ തരണമേ കർത്താവേ. കൃപ കൊണ്ട് നിറച്ചാട്ടെ. പ്രാർത്ഥന സ്വർഗം കേട്ടതിനായ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഒരു പ്രാവശ്യം കൂടെ എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെ വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മളെല്ലാവരും ലോകം മുഴുവനും ഹല്ലേലൂയ കഴിഞ്ഞ ദിവസങ്ങളിൽ ആമേൻ ഗുഡ് ഫ്രൈഡേ കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവനും കർത്താവിൻ്റെ പീഡാനുഭവങ്ങളും ആമേൻ പെസഹായും അതുപോലെ തന്നെ ദുഃഖവെള്ളിയാഴ്ചയും ദുഃഖശനിയും ഉയർപ്പും ഒക്കെ ആചരിച്ച്, അല്ലെങ്കിൽ ലോകം അതിനെ ഉത്സവമായിട്ട് കൊണ്ടാടിക്കൊണ്ടിരുന്ന ദിനങ്ങളാണല്ലോ. ഹല്ലേലൂയ. ഈ സമയത്ത് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എനിക്ക് ലഭിച്ചതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനേക മെസ്സേജുകൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ക്രൂശീകരണത്തെ പറ്റി, ഉയർപ്പിനെ പറ്റി, പെസഹായെ പറ്റി ഒക്കെ പല വിധത്തിൽ ദൈവമക്കൾ സംസാരിച്ചിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് വൈകിയവേളയിൽ ദൈവം എനിക്ക് തന്ന ചില ചിന്തകൾ ഞാൻ ഓർപ്പിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിനെ പറ്റി ഇത്രത്തോളം പ്രഘോഷിക്കുവാൻ, ഇത്രത്തോളം പ്രസംഗിക്കുവാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവ് ഹല്ലേലൂയ ആമേൻ സ്തോത്രം മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി, അവരുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ദൈവപുത്രനായിരുന്നവന് ഈ താണഭൂമിയിലേക്ക് വന്നു. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. അവൻ സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. ഇനിയും അവൻ വരുമെന്ന്
അവൻ പറഞ്ഞിട്ടാണ് പോയത്. ഹല്ലേലൂയ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നു എൻ്റെ സുവിശേഷമെന്ന് ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ തിരുവചനത്തിൽ നമ്മെ ഓർപ്പിക്കുന്നല്ലോ. അതാണ് ദൈവമക്കളെ നമ്മുടെ സുവിശേഷം. നമ്മുടെ കർത്താവിനെ ആമേൻ പ്രസിദ്ധനാക്കുന്നത്, നമ്മുടെ കർത്താവിനെ മറ്റുള്ളവരിൽ നിന്ന് ഹല്ലേലൂയ വ്യത്യസ്തനാക്കുന്നത് ഹല്ലേലൂയ കർത്താവ് ആമേൻ ജനിച്ചതുകൊണ്ടോ മരിച്ചതുകൊണ്ടോ മാത്രമല്ല, അവൻ ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ്. ഹല്ലേലൂയ. ആകയാൽ ആ കർത്താവിനെ പ്രസംഗിക്കുവാൻ ആമേൻ അവനെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നതിനായ സ്തോത്രം. നമ്മുടെ കർത്താവ് സഭയുടെ മൂലക്കല്ലാണ്, സഭയുടെ ആണിക്കല്ലാണ്. അവൻ ഹല്ലേലൂയ ചരിത്രത്തിന്റെ ചരിത്ര പുരുഷനാണ്. ഹല്ലേലൂയ സ്തോത്രം. ചരിത്രത്തെ AD എന്നും BC എന്നും തരംതിരിച്ചവനാണ് നമ്മുടെ കർത്താവ്. അങ്ങനെ നമ്മുടെ കർത്താവിനെ പറ്റി പറയുവാനാണെങ്കിൽ അനേക കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത് തുടർന്നുള്ള വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ അല്പാൽപമായിട്ട് ചിന്തിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആധാരമായിട്ട് ഒരു വാക്യം നമുക്ക് വായിക്കാം. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം 9-ഉം 10-ഉം ചേർത്ത് വായിക്കുന്നു. അവനിൽ താൻ മുൻ നിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതും എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിട്ടാ തന്നെ. ഹല്ലേലൂയ. വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. ഈ ഒരു വാക്യം മാത്രം വായിച്ച് പ്രസംഗിക്കാനാണെങ്കിൽ 1 മണിക്കൂർ പര സമയം വേണം. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെ പറ്റിയാണ് പറഞ്ഞത്. യേശുക്രിസ്തു മൂലം നമുക്കുണ്ടായ ദത്തെടുപ്പ് അതിനെപ്പറ്റി പറഞ്ഞിട്ട് പറയുകയാണ്. യേശുക്രിസ്തു ഹല്ലേലൂയ സ്തോത്രം നമ്മെ വീണ്ടെടുത്തു തൻ്റെ കൃപാദാന പ്രകാരം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ മുൻ നിർണയ പ്രകാരമാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ച് അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ പറ്റിയൊക്കെ ഒരു മുൻ നിർണയം ഉണ്ടായിരുന്നു. ആ നിർണയപ്രകാരമാണ് കർത്താവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച സകല കാര്യങ്ങളും. എന്തെന്ന് വെച്ചാൽ ഹല്ലേലൂയ അതൊരു മർമ്മമായിട്ട് കിടന്നതാണ്. പൗലോസ് പറയാണ് അത് എനിക്ക് വെളിപ്പെട്ട് വന്നു. ആ മർമ്മം എന്ന് പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ഹല്ലേലൂയ സ്തോത്രം ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിൽ വ്യവസ്ഥയ്ക്കായിട്ട് തന്നെ. അതായത് ക്രിസ്തു യേശുവിൽ പിന്നെയും ഒന്നായി ചേർക്ക എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ആദിമ മാതാപിതാക്കൾ ഏദൻ തോട്ടത്തിലായിരുന്നപ്പോൾ അവർക്കുണ്ടായിരുന്ന ആത്മീക സന്തോഷത്തിലേക്ക്, ദൈവിക തേജസ്സിലേക്ക്, ദൈവിക കൂട്ടായ്മയിലേക്ക്, ദൈവവുമായിട്ടുള്ള സമ്പർക്കത്തിലേക്ക്, അല്ലെങ്കിൽ പാപമില്ലാത്ത ആ അവസ്ഥയിലേക്ക് പിന്നെയും ഹല്ലേലൂയ എല്ലാറ്റെയും മടക്കിക്കൊണ്ടുവരണം. അതിനുവേണ്ടിയാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്നാണ് സുവിശേഷത്തിന്റെ അന്തസത്ത എന്നുള്ളത്. ഹല്ലേലൂയ സ്തോത്രം. ക്രിസ്തുവിൽ ഒന്നായി ചേരണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എനിക്ക് തന്നിരിക്കുന്ന വിഷയത്തോട് ഞാൻ കൂറ് കാണിക്കേണ്ടതുള്ളത് കൊണ്ട് ആമേൻ യുഗങ്ങളെ പറ്റി അല്പകാരം. കൃപായുഗം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ കൃപയുടെ യുഗമാണ്. അത് യേശു ക്രിസ്തുവിന്റെ കാൽവറി മരണത്തോടെ ആണ്. അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ജനനത്തോടെയാണ് കൃപായുഗം ആരംഭിക്കുന്നത്. മറിയയോട് ദൈവത്തിന്റെ ദൂതൻ വന്നു പറഞ്ഞ നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തോടുകൂടി ആരംഭിച്ച കൃപായുഗം യേശുക്രിസ്തുവിന്റെ മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടും പരിശുദ്ധാത്മാവിന്റെ വരവോടും കൂടെ സഭ സ്ഥാപിതമായെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെയാണ് ഹല്ലേലൂയ കൃപായുഗം ആരംഭിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം അല്പകാര്യങ്ങൾ നമുക്ക് യുഗങ്ങളെ പറ്റി ചിന്തിച്ചിട്ട് മുമ്പോട്ട് പോകാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. യുഗങ്ങളെ പ്രധാനമായിട്ടും 7ആയിട്ടാണ് തിരിച്ചിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഈ ദിവസങ്ങളിലൊക്കെ ഒരുപാട് പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ട് കാണും, ഇനിയും കേൾക്കുവാനുണ്ട്. എന്നാൽ ദൈവം എനിക്ക് തന്ന ചില ചിന്തകൾ ഞാൻ വേഗം ഓർപ്പിച്ചു കൊള്ളട്ടെ. യുഗങ്ങളെ പ്രധാനമായിട്ടും 7ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്നാമതായിട്ട് നിഷ്പാപയുഗം, ഡിസ്പെൻസേഷൻ ഓഫ് ഇന്നസെൻസ്, അതായത് പാപമില്ലാത്ത ഒരു യുഗം. ഒത്തിരി ഒന്നും വിവരിപ്പാൻ എൻ്റെ മുമ്പിൽ സമയമില്ല. കുറച്ച് കാര്യങ്ങൾ ഓർപ്പിച്ച് ആ യുഗത്തിൽ ദൈവത്തിന് നമ്മോടും സംസാരിപ്പാനുള്ളത് എന്താണെന്ന് ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം മുതൽ 3-ാം അധ്യായം 24-ാമത്തെ വാക്യം വരെയാണ്. അല്ലെങ്കിൽ പാപം ദൈവം സൃഷ്ടിപ്പ് തുടങ്ങിയത് മുതൽ മനുഷ്യനിലേക്ക് പാപം കടന്നുകൂടിയതിന്റെ ഫലമായി അവരെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കുന്നത് വരെയുള്ള കാലയളവാണ് നിഷ്പാപയുഗം. ഇവിടെ
ദൈവം തൻ്റെ സൃഷ്ടിയുടെ മകുടമായിരുന്ന മനുഷ്യനോട് മുഖാമുഖം സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു കാലയളവാണ്. ദൈവത്തോട് കൂടെ നടന്ന ഒരു യുഗമാണ്. എന്നാൽ ദൈവം പറഞ്ഞത് അവരനുസരിക്കാതിരുന്നത് കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, അവരെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ സ്തോത്രം. ദൈവം അവരെ അനുഗ്രഹിച്ചു എന്നാണ് തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നതുണ്ട്. അവരോട് ദൈവം കൽപ്പനകൾ കൊടുത്ത്, നിങ്ങൾ ഭൂമിയിൽ നിറയണം, നിങ്ങൾ സകലത്തെയും അടക്കി ഭരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ ഏദൻ തോട്ടത്തിൽ വേല ചെയ്യണം, അതിനെ കാക്കണം. ഹല്ലേലൂയ സ്തോത്രം. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ മരണം വരാതിരിക്കാൻ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം നിങ്ങൾ തിന്നരുത് എന്ന് ദൈവം അവരോട് കൽപ്പന കൊടുക്കുവാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ പാപം അവരിൽ കടന്നത് നിമിത്തമായിട്ട് ഹല്ലേലൂയ സ്തോത്രം, അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ആമേൻ. സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചു എന്ന് കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുന്നു. ഇവിടെ ഉപായത്താൽ, ഉപായിയായവൻ കടന്നു വന്ന് ആദിമ മാതാപിതാക്കളെ വഞ്ചിക്കുവാനിടയായി. അനുഗ്രഹിച്ചതായ ദൈവം അവരെ ശപിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. അനുസരണക്കേട് നിമിത്തം അവര് ദൈവിക ശാപം ഏറ്റുവാങ്ങിയ ഒരു യുഗമാണ് ഹല്ലേലൂയ നിഷ്പാപ യുഗം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ പാമ്പിന് ശാപം ലഭിച്ചു, സ്ത്രീക്ക് ശാപമുണ്ടായി. അവളോട് പറഞ്ഞു, ഗർഭധാരണവും കഷ്ടവും നിനക്കും വേദനയും ഒക്കെ അധികമായിട്ടുണ്ടാകുമെന്ന് പറഞ്ഞു. ആമേൻ. പാമ്പും മനുഷ്യനും തമ്മിൽ ശത്രുത്വം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഭൂമിയോട് പറഞ്ഞു, ഭൂമിക്ക് ശാപമായി, നിന്നിൽ നിന്ന് മുള്ളും പറക്കാരയും ആമേൻ ഉണ്ടായി വരും, അല്ലെങ്കിൽ മുളച്ചു വരുമെന്ന് പറഞ്ഞു. അതായത് ഹല്ലേലൂയ, പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്നുള്ള ദൈവ വ്യവസ്ഥ ആമേൻ നടപ്പിലാക്കിയ യുഗമാണ് ഹല്ലേലൂയ നിഷ്പാപ യുഗം എന്ന് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അതുകൂടാതെ തന്നെ സ്ത്രീയുടെ സന്തതി ആമേൻ ഹല്ലേലൂയ സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്നുള്ള ഒരു വാഗ്ദത്തം കൂടെ മനുഷ്യന് വേണ്ടി ദൈവം കൊടുത്ത ഒരു യുഗമാണ് ഹല്ലേലൂയ നിഷ്പാപ യുഗം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതിന് നിഴലായിട്ട് ഏദൻ തോട്ടത്തിൽ ഒരു ആമേൻ കുഞ്ഞാട് അറുക്കപ്പെട്ടു. പാപം നിമിത്തം ആമേൻ നഗ്നത വെളിവായ ആദിമ മാതാപിതാക്കൾ അവരുടെ പാപം മറയ്ക്കുവാനായിട്ട് ആമേൻ ഇല കൊണ്ട് ആമേൻ അവർക്ക് അരയാട ഉണ്ടാക്കി മറച്ചതായിട്ട് നാം കാണുന്നുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ അവിടെ ഒരു കുഞ്ഞാടിനെ അറുത്ത് അതിന്റെ തോലുകൊണ്ട് അവരെ ഉടുപ്പിച്ചതായിട്ട് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. അങ്ങനെ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടക്കുവാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. അത് ആ മരണത്തെ നീക്കുവാൻ ഹല്ലേലൂയ, അല്ലെങ്കിൽ ആദിയിൽ അവരായിരുന്നതുപോലെ ആമേൻ ദൈവത്തോടുള്ള കൂട്ടായ്മയിലേക്ക്, ആ സംസർഗത്തിലേക്ക് മാനവജാതിയെ കൊണ്ടുവരുവാനാണ് ആമേൻ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് മാനവജാതിക്ക് വേണ്ടി നൽകി തരുവാനിടയായത്. ഹല്ലേലൂയ. ആ കാലഘട്ടത്തിലും ആമേൻ ദൈവത്തിന് മനുഷ്യരോടൊരു സുവിശേഷം ഉണ്ടായിരുന്നു. എന്താണ് ദൈവത്തിന്റെ കൽപ്പന? അല്ലെങ്കിൽ ദൈവം അവരോട് പറഞ്ഞത് എന്താണ്? വിലക്കിയ കനി തിന്നരുത്, ആമേൻ, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഹല്ലേലൂയ സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്നും ഈ ലോകത്തിലേക്ക് നാം കണ്ണോടിച്ചാൽ ആമേൻ ദൈവം അരുതെന്ന് പറയുന്ന അനേക കാര്യങ്ങൾ മനുഷ്യൻ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളായിരിക്കുന്ന നാമം ആമേൻ ഹല്ലേലൂയ ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞതും ദൈവം വിലക്കിയതും ദൈവത്തിന് ഇഷ്ടമില്ലാത്തതും ഹല്ലേലൂയ നാം ഇന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹല്ലേലൂയ നമുക്ക് ഒരു ആമേൻ പ്രത്യേകത ഉള്ളത് എന്തെന്ന് വെച്ചാൽ, പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഒരുവൻ കടന്നു എന്നാൽ ആമേൻ ഹല്ലേലൂയ അവന്റെ പാപങ്ങളെ പരിഹരിച്ച് ആമേൻ അവനെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ പര്യാപ്തമായ കുഞ്ഞാടിന്റെ രക്തം ഇന്നും ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ ഏതു പാപിക്കും ധൈര്യസമേത കൃപാസനത്തോട് അടുത്ത് വരുവാൻ കഴിയും. വിവരിപ്പാൻ എന്റെ മുമ്പിൽ സമയമില്ല, ഞാൻ മുമ്പോട്ട് പോകട്ടെ. രണ്ടാമത്തെ യുഗം എന്ന് പറയുന്നത് മനസ്സാക്ഷി യുഗമാണ്. പ്രിയമുള്ള ദൈവമക്കളെ, അത് ഏകദേശം 1656 വർഷം ഉണ്ടായിരുന്നുവെന്ന് ആമേൻ നമുക്ക് കണക്കുകളിലൂടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഏദനിൽ നിന്നും പുറത്താക്കിയത് മുതൽ നോഹയുടെ കാലത്തുണ്ടായ പ്രളയം വരെയാണ് മനസ്സാക്ഷി യുഗം. ഹല്ലേലൂയ ആമേൻ. എന്ന് പറഞ്ഞാൽ അവരവരുടെ മനസ്സാക്ഷി അനുസരിച്ച് ജീവിക്കാം. അവിടെ ഒരു നിയമമില്ല.
തെറ്റാ ഏതാണ്, ശരി ഏതാണ്, ആമേൻ, അങ്ങനെ നിങ്ങളുടെ വിവേകത്തിനനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കാമെന്ന് ദൈവം പറഞ്ഞ ഒരു കാലമാണ്. അതായത് ദൈവം ഇഷ്ടപ്പെടുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടണം, ദൈവം വെറുക്കുന്നതിനെ നിങ്ങളും വെറുക്കണം. ഹല്ലേലൂയ, സ്തോത്ര. ആമേൻ. നല്ലതോ തീയതോ ഏത് തിരഞ്ഞെടുക്കുവാൻ ഉള്ള സ്വാതന്ത്ര്യം നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങൾക്കുണ്ട് എന്ന് ദൈവം ആമേൻ കൽപ്പിച്ചു കൊടുത്ത ഒരു വർഷമാണ്, അല്ലെങ്കിൽ ഒരു യുഗമാണ് മനസ്സാക്ഷി യുഗം. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അവരുടെ മനസ്സാക്ഷി കളങ്കമുള്ളതായി തീർന്നു. അവർ വഷളത്വം പ്രവർത്തിച്ചു. ആമേൻ, സ്തോത്രം. നമുക്കറിയാമല്ലോ, ആദ്യമായിട്ട് അവരൊരു കൊലപാതകയായി മാറ്റപ്പെട്ട ഒരു യുഗമാണ് പ്രിയമുള്ള ദൈവമക്കളെ. കയീൻ ഹാബേലിനെ കൊല്ലുവാനിടയായി. ഹല്ലേലൂയ, സ്തോത്ര. ആരാധന നിമിത്തം പ്രസാദം ലഭിച്ചവനെ ആമേൻ ദൈവപ്രസാദം ലഭിക്കാത്തവൻ കൊന്നുകളഞ്ഞ കാലമാണ്. ഹല്ലേലൂയ, സ്തോത്ര. ആമേൻ. രക്തസാക്ഷിയായി ആദ്യം മരിച്ചത് ദൈവപ്രസാദം നേടിയ ഹാബേലായിരുന്നു. ആമേൻ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ എന്നെ ചിന്തിപ്പിക്കുകയും എനിക്ക് ഹൃദയത്തിൽ വലിയ സന്തോഷം തരികയും ചെയ്ത ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ പാപിയായ ഹല്ലേലൂയ കയീനോട് ദൈവത്തിന്റെ ആത്മാവ്, അല്ലെങ്കിൽ ദൈവം കടന്നു വന്ന ആദ്യമേ കയീനോട് പറയുന്നുണ്ട്. ആമേൻ. 4-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു. ആമേൻ, സ്തോത്രം. നീ കോപിക്കുന്നത് എന്താ? നിന്റെ മുഖം വാടുന്നത് എന്താ? ഹല്ലേലൂയ. നീ നന്മ ചെയ്താൽ നിനക്കും ദൈവത്തിന്റെ പ്രസാദം ഉണ്ടാകുകയില്ലയോ? എന്നിട്ട് അവനോട് പറയുകയാണ്, ഹല്ലേലൂയ, കയീനേ, പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീയോ അതിനെ ജയിച്ചു കൊള്ളണം. ഹല്ലേലൂയ. നീയോ അതിനെ ജയിക്കണം. ഹല്ലേലൂയ. ആമേൻ. പാപം ചെയ്യാൻ, അനിയനെ കൊല്ലുവാൻ, ഏതെങ്കിലും വിധത്തിൽ അവനെ നശിപ്പിക്കുവാൻ ആഗ്രഹിച്ചിരുന്ന കയീന്റെ അടുക്കലേക്ക് ദൈവം കടന്നു വന്നിട്ട് പറയുകയാണ്, കയീനേ, അരുത്, അത് പാപമാണ്, നീ നിന്റെ സഹോദരനെ കൊല്ലരുത്. ഹല്ലേലൂയ. പാപം നിന്റെ വാതിക്കൽ കിടക്കുകയാണ്, അതിന്റെ ആഗ്രഹം നിന്നോടാണ് എന്ന് പറഞ്ഞാൽ നീ ആഗ്രഹിച്ച വിഷയം നീ ചെയ്യണം. നിന്റെ സഹോദരനെ നീ കൊല്ലണം, ദൈവപ്രസാദം ലഭിച്ചവനെ ഭൂമിയിൽ നിന്ന് മാറ്റണം. അതാണ് കയീനേ നിന്നെ കുറിച്ചുള്ള പിശാചിന്റെ ആഗ്രഹം. അതുകൊണ്ട് ആമേൻ, സ്നേഹവാനായ ഞാൻ, നിന്റെ സൃഷ്ടിതാവായ ഞാൻ നിന്നോട് പറയുകയാണ്, പാപം നിന്റെ വാതിക്കലുണ്ട്, ഇത് മനസ്സാക്ഷി യുഗമാണ്. നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ചെയ്യാം. നിനക്ക് സഹോദരനെ കൊല്ലുകയോ, അവനോട് സ്നേഹപൂർവ്വം പെരുമാറുകയോ, അവനോടൊത്ത് ജീവിക്കുകയോ, ദൈവപ്രസാദമുള്ള ആരാധന കഴിക്കുകയോ, എന്ത് വേണമെങ്കിലും നിനക്ക് ചെയ്യാം. പക്ഷേ ഒരു കാര്യമുണ്ട്, നിന്റെ മുമ്പിൽ പാപമുണ്ട്. ആമേൻ. അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നത് കൊണ്ട് നീ അതിനെ ജയിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ആമേൻ, നമുക്ക് അതിന്റെ ബാക്കി ഭാഗം അറിയാമല്ലോ. അവൻ കൊലയാളിയായി മാറ്റപ്പെട്ടു. അവൻ മടങ്ങി വരുമ്പോൾ ഹല്ലേലൂയ അവനോട് പിന്നെയും ദൈവാത്മാവ് ഇടപെടുകയാണ്. ആ ഭാഗം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ ആമേൻ ഹല്ലേലൂയ വിട്ടുകളയാതെ പോയി അവനെ ശുശ്രൂഷ ഏൽപ്പിച്ച് അവനെ പശ്ചാത്താപം വരുത്തി അവനെ ഹല്ലേലൂയ പാപം ഏറ്റുപറഞ്ഞവന് ശുശ്രൂഷ കൊടുത്തതുപോലെ ഇവിടെ കയീനോട് ദൈവം സംസാരിക്കുകയാണ്, നിന്റെ സഹോദരൻ എവിടെ? ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. അവൻ പറഞ്ഞു, എൻ്റെ പാപം ക്ഷമിക്കത്തക്കവണ്ണം ഉള്ളതല്ല, എൻ്റെ പാപം ഏറ്റവും വലുതാണ്. ഞാൻ എൻ്റെ സഹോദരനെ പ്രകാരം കൊന്നുകളയുവാനിടയായി. ദൈവമേ, ഞാനിപ്പോൾ നിന്റെ സന്നിധി വിട്ടു പോകുന്നു, ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവം അവനൊരു അടയാളം കൊടുത്തു. ആ അടയാളം എന്താണെന്ന് നമുക്കറിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഒരു അടയാളം വെച്ചു, ആരും അവനെ കണ്ടാൽ കൊന്നുകളയാതിരിപ്പാൻ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനൊരു അടയാളം വെക്കുവാനിടയായി. പ്രിയമുള്ള ദൈവമക്കളെ, ആമേൻ, സ്തോത്രം. ഈ കാലഘട്ടത്തിൽ ആമേൻ ദൈവത്തിന് നമ്മോടുള്ള ആമേൻ ഹല്ലേലൂയ സംസാരിപ്പാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കാലഘട്ടത്തിലുള്ള ദൈവമക്കളെ, കയീനെ പോലെ നിങ്ങൾ ആമേൻ പാപത്തിന്റെ അടിമകളായി മാറ്റപ്പെടരുത്. നിങ്ങൾ എത്രയോ സുവിശേഷം കേട്ടവരാണ്. ഹല്ലേലൂയ, ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ആമേൻ. എത്രയോ അവസരങ്ങൾ ദൈവവചനത്തിലൂടെ ആമേൻ ദൈവം നമുക്ക് നൽകി തന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ആമേൻ ദൈവ കൽപ്പന ലംഘികളായി ആമേൻ മാറ്റപ്പെട്ടത് കൊണ്ട് ആമേൻ പാപം അവരിലേക്ക് കടന്നു വന്നു. അവരുടെ മനസ്സാക്ഷി വഷളായി തീരുവാനിടയായി തീർന്നു. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഈ കാലഘട്ടത്തിലും ദൈവം നമ്മോട് പറയുകയാണ്, പാപം നിന്റെ വാതിക്കൽ കിടക്കുകയാണ്. കയീൻ ഹാബേലിനെ കൊല്ലുവാൻ അവനെ വയലിൽ വിളിച്ചു കൊണ്ടുപോയി അവനോട് കയർത്തു എന്നാണ് ആമേൻ ഹല്ലേലൂയ പറയുന്നത്. എന്നാൽ ആമേൻ, സ്തോത്രം, ആ കാലഘട്ടത്തിൽ ആമേൻ കയർത്ത് അവനെ കൊന്നു. ഇന്ന് നമുക്കും അങ്ങനെയുള്ള ചിന്താഗതികളാണോ പ്രിയമുള്ളവരെ? ഹല്ലേലൂയ, സ്തോത്രം.
നമുക്ക് ഹല്ലേലൂയ മറ്റുള്ളവരെ കൊല്ലണം, അല്ലെങ്കിൽ സഹോദരൻ നശിക്കണം, ആമേൻ, അവന് പ്രതിവിധി ചെയ്യണം, അവനോട് പകരം ചെയ്യണം, ഹല്ലേലൂയ, അവൻ എന്നേക്കാൾ സമ്പന്നനായി, അല്ലെങ്കിൽ അവൻ എന്നേക്കാൾ ആരാധനയുണ്ട്, അവൾ എന്നേക്കാൾ ആരാധിക്കുന്നവളാണ്, പ്രസംഗിക്കുന്നവളാണ്, മറ്റും ചെയ്യുന്നവനാണെന്ന് മറ്റുള്ളവരോട് നമുക്കൊരു ഹല്ലേലൂയ ഒരു കയ്പിന്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ദൈവാത്മാവ് പറയുകയാണ് അത് പാപമാണ്. ആ പാപം നിന്റെ വാതിക്കൽ കിടക്കുന്നു, നീ അതിനെ ജയിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ മുമ്പോട്ട് പോയ കാലഘട്ടത്തില് ആമേൻ സ്തോത്രം നമുക്ക് അറിയാൻ കഴിയുന്നത് എന്നാൽ അവിടെ നിന്ന് അത് ഒടുങ്ങിപ്പോകുവാനിടയായില്ല. ആമേൻ. ഹാബേലിന് പകരം ദൈവം ഒരു മകനെ ആദാമിന് കൊടുത്തു, ശേത്ത് എന്ന് പേരിട്ടു. ഹല്ലേലൂയ. അവനൊരു മകൻ ജനിച്ചു, ഏനോശ്. അവന്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങിയതായി നമ്മൾ തിരുവചനത്തിലൂടെ വായിക്കുന്നുണ്ട്. സന്തതി പരമ്പരകൾ വർദ്ധിച്ചു, മനുഷ്യർ പെരുകി, പാപം വർദ്ധിച്ചു. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിലെ പോലെ ആമേൻ സ്വർഗ വിവാഹങ്ങൾ അന്ന് നടക്കുവാൻ തുടങ്ങി. ആമേൻ. അല്ലെങ്കിൽ ആൺ പെൺ വിവാഹം ഇന്നും അപ്രകാരമുള്ള കാര്യങ്ങൾ ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നല്ലോ. ദൈവമക്കളെ, ദൈവം അനുദപിപ്പാനിടയായി. ആമേൻ. ഹല്ലേലൂയ. സ്തോത്ര. മനുഷ്യനെ ഉണ്ടാക്കുക നിമിത്തം ദൈവം അനുദപിച്ചുവെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആമേൻ. സ്തോത്രം. ഇത് ദൈവിക വ്യവസ്ഥയുടെ ലംഘനമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. മനുഷ്യനേകനായിരിക്കുന്ന നന്നല്ല എന്ന് കണ്ട് അവന് തക്ക തുണിയെ കൊടുത്ത ദൈവം, ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ മുമ്പിൽ ഇതാ മനുഷ്യര ദൈവത്തിന്റെ വ്യവസ്ഥ വിട്ട് ആമേൻ നിയമലംഘികളായി അവര് തീരുവാനിടയായി. ഭൂമി വഷളായ എന്ന് കണ്ടപ്പോൾ, ഹല്ലേലൂയ, ഭൂമിയിലെ സകല മനുഷ്യരും വഷളായ എന്ന് കണ്ടപ്പോൾ ദൈവം ഭൂമിയെ നശിപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെയാണ് നോഹയുടെ പ്രളയം ഉണ്ടാകുന്നത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഈ മനസാക്ഷി യുഗത്തില് ആമേൻ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ആമേൻ. നിങ്ങൾ മത്സരികളാണോ? ദൈവത്തിന്റെ കൽപ്പനയോട് നിങ്ങൾ മറക്കുന്നവരാണോ? ആമേൻ. ദൈവകൽപ്പനയെ നിങ്ങൾ നിരസിക്കുന്നവരാണോ? ഹല്ലേലൂയ. പ്രസാദം ലഭിച്ചവർക്കെതിരായിട്ട് നിങ്ങൾ മത്സരികളായി തീരുന്നുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. കൈനോട് ചോദിക്കുന്നത് പോലെ ദൈവം നമ്മോട് ചോദിക്കുകയാണ്. ഹല്ലേലൂയ. നീ കോപിക്കുന്നുണ്ടോ? ആമേൻ. നീ നിന്റെ സഹോദരനോട് കയർക്കുന്നുണ്ടോ? ഹല്ലേലൂയ. എത്ര ജ്ഞാനം വർദ്ധിച്ചാലും, ആമേൻ, എത്ര പുരോഗതികൾ ഉണ്ടായാലും, അവരുടെ മക്കൾ എത്ര സമ്പന്നരായാലും, ആമേൻ, സ്തോത്രം, അവർ വിദ്യാജ്ഞാനികളായി തീർന്നാലും അവരുടെ ഉള്ളിൽ പാപം പെരുകിയാൽ, ആമേൻ, മനസ്സാക്ഷി അശുദ്ധമായാൽ, ആമേൻ, ദൈവകോപം അവരിലേക്ക് ഇറങ്ങി വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ആമേൻ, സ്തോത്രം, ആമേൻ, നോഹയുടെ പ്രളയത്തിൽ എല്ലാവരും നശിച്ചു പോയതുപോലെ ആമേൻ മാനവജാതി മുഴുവനായിട്ട് ഇപ്പോൾ ദൈവം നശിപ്പിക്കുന്നില്ല. എന്നാൽ അങ്ങിങ്ങായിട്ട് നമ്മൾ കാണുന്നതായ അനർത്ഥങ്ങള്, പീഡകള്, ഭൂകമ്പങ്ങള്, പേമാരികള്, ഇതൊക്കെ ഹല്ലേലൂയ ലോകത്തെ മുഴുവനായിട്ട് ദൈവം നശിപ്പിക്കുവാൻ ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നതിന്റെ ആരംഭത്തെയാണ് കുറിക്കുന്നത്. പ്രിയമുള്ളവരെ, 2012 ശാസ്ത്രലോകം ആമേൻ നോഹയുടെ കാലത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രളയം ഉണ്ടായിരുന്നു എന്ന് ശാസ്ത്രലോകം സമ്മതിച്ചു. കാരണം ഹിമാലയ പർവ്വതത്തില് ആമേൻ 22.5 അടി ഉയരത്തില് വെള്ളം പൊങ്ങിയതായിട്ട് ആമേൻ ശാസ്ത്രലോകം കണ്ടെത്തി. എന്നാൽ ഹല്ലേലൂയ തിരുവെഴുത്തുകൾ ഇന്ന് സത്യമായി നിറവേറിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, അതുകൊണ്ട് ആമേൻ പാപം നമ്മുടെ വാതുക്കലുള്ളത് കൊണ്ട് അതിനെ ജയിച്ചടക്കുവാനുള്ള ദൈവകൃപ നമുക്ക് പ്രാപിക്കുവാൻ ദൈവം ഇടിയാക്കുമാറാകട്ടെ. ഇനി മാനുഷിക ഭരണയുഗമാണ് മൂന്നാമത്തത്. ഹല്ലേലൂയ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 15-ാം വാക്യം മുതൽ ആമേൻ അത് തുടങ്ങിയാണ്. 11-ാം അധ്യായം 32-ാമത്തെ വാക്യം വരെയുള്ളതാണ് ആമേൻ ഡിസ്പെൻസേഷൻ ഓഫ് ഹ്യൂമൻ ഗവൺമെന്റ്, മനസ്സാക്ഷി മാനുഷിക ഭരണയുഗം. ആമേൻ. സ്തോത്രം. ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, സ്തോത്രം, പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിയ മനുഷ്യരോട് ദൈവം സംസാരിച്ച യുഗമാണ്. ആമേൻ. ദൈവം അവനുമായിട്ടൊരു നിയമം ചെയ്തു. നോഹയോട് പറഞ്ഞു. ആമേൻ. പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിയ നോഹ ആമേൻ യാഗപീഠം പണിതു. ദൈവത്തെ ആരാധിച്ചപ്പോൾ ദൈവം അവന്റെ ആരാധന മണത്തിട്ട് ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം അവനുമായിട്ടൊരു നിയമം ചെയ്തു. ഹല്ലേലൂയ. ആമേൻ. ഇനി ജലപ്രളയത്താൽ ഞാൻ ഭൂമിയെ മുഴുവനായിട്ട് നശിപ്പിക്കുകയില്ല. ആമേൻ. ഹല്ലേലൂയ. മേഘത്തിൽ ഞാൻ എൻ്റെ വില്ല് വെക്കുന്നു, ഞാൻ അത് കാണുമ്പോൾ ആമേൻ നോഹയുടെ കാലത്ത് ഞാൻ ചെയ്ത പ്രളയം ഓർക്കുമെന്നാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ദൈവം അനുഗ്രഹിച്ച തലമുറയാണ് നോഹയുടെ തലമുറ. ആമേൻ. സ്തോത്രം. അവര് പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആദാമിനോട് പറഞ്ഞതുപോലെ തന്നെ നോഹയോടും പറഞ്ഞ് നിങ്ങൾ ഭൂമി നിറയണം. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആമേൻ നോഹയുടെ സന്തതി പരമ്പരകള് ആമേൻ ദൈവത്തോട് അവർ മത്സരികളായി മാറ്റപ്പെടുവാനിടയായി. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം.
അവര് ദൈവത്തിന് വിരോധമായി അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ, ദൈവത്തിന്റെ അടുക്കൽ എത്തുവാൻ നമുക്കൊരു ഗോപുരം പണിയാം, നമുക്കൊരു പട്ടണം പണിയാം, നമുക്കൊരു പേരുമുണ്ടാക്കാം. ദൈവം അവരോട് പറഞ്ഞു നിങ്ങൾ ഭൂമിയിൽ മുഴുവനും നിറയാനാണ്. എന്നാൽ അവർ പറയാണ് നമുക്ക് ചിതറിപ്പോകാതിരിക്കാൻ, ഭൂമിയിൽ എല്ലായിടവും ചിതറിപ്പോകാതിരിക്കാൻ നമുക്കൊരു ഗോപുരം പണിയാം, നമുക്കൊരു പട്ടണം പണിയാം, നമുക്കൊരു പേരുണ്ടാക്കാം. അവിടെയും എന്താണ് കാണുന്നത്? ദൈവ വ്യവസ്ഥയുടെ അനുസരണക്കേടാണ്. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്നും ദൈവം നമ്മോട് എന്താണ് പറയുന്നത്? ഹല്ലേലൂയ. കർത്താവ് പറയുന്നത് നാം കേൾക്കുന്നുണ്ടോ? നാം അനുസരിക്കുന്നുണ്ടോ? നീ അത് ചെയ്യണം, ഹല്ലേലൂയ, കർത്താവിനെ പ്രസംഗിക്കണം, രക്ഷിക്കപ്പെടണം, സാക്ഷ്യം പറയണം എന്നൊക്കെ ദൈവം നമ്മോട് പറയുമ്പോൾ നാം ഇന്നും നിയമലംഘികളായി മാറ്റപ്പെടുകയാണ്. അതുകൊണ്ട് ദൈവകോപം നമ്മുടെ അടുക്കലേക്ക് കടന്നു വരാതെ, ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, നോഹയോടും കുടുംബത്തോടും പറഞ്ഞതുപോലെ, ആമേൻ, ഹല്ലേലൂയ, ഭൂമിയിൽ എല്ലായിടവും പോയി കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാൻ, ആമേൻ, ഭൂമി നിറവാൻ നോഹയോട് പറഞ്ഞു. ആമേൻ, സ്തോത്രം, ആദാമിനോട് പറഞ്ഞു. അവിടെയൊക്കെ അവർ പരാജയപ്പെടുവാനിടയായി. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആമേൻ, ഹല്ലേലൂയ, വിശുദ്ധമായി ജീവിപ്പാൻ, ആമേൻ, പുതിയ ഉടമ്പടികൾ എടുത്ത് ആ ഉടമ്പടികൾ പാലിച്ച് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അപ്പോസ്തോലിക ഉപദേശത്തിൽ നിലനിൽപ്പാൻ, ആമേൻ, നാം മത്സരികളാകാതെ, ആമേൻ, ദൈവം പറയുന്നത് കേട്ടനുസരിച്ച്, ഹല്ലേലൂയ, വിശുദ്ധ ജീവിതം നയിപ്പാൻ, ആമേൻ, കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ സാക്ഷികളാകണമെന്ന്. ആമേൻ, ഹല്ലേലൂയ. ആകയാൽ ഈ ദിവസങ്ങളിൽ ഭൂമിയിൽ എല്ലായിടവും പോയി കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാൻ, ആമേൻ, കർത്താവ് അയക്കുന്നിടത്ത് പോകുവാൻ ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ. പ്രിയമുള്ള ദൈവമക്കളെ, 4ാമത്തത് വാഗ്ദത്ത യുഗമാണ്. ഞാൻ വേഗം മുമ്പോട്ട് പോകട്ടെ. ആമേൻ, 430 വർഷമാണ് അതിന്റെ കാലയളവെന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതൽ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 36 വരെയാണ് വാഗ്ദത്ത യുഗമെന്നുള്ളത്. അതായത് അബ്രഹാമിന്റെ ഊരിൽ നിന്നുള്ള പുറപ്പാട് മുതൽ ന്യായപ്രമാണം ലഭിക്കുന്നവര് വരെയുള്ള യുഗമാണത്. ഹല്ലേലൂയ. വിഗ്രഹാരാധികളുടെ നടുവിൽ നിന്ന്, ആമേൻ, ദൈവം ഒരുവനെ വിളിച്ചു വേർതിരിച്ചു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടെന്ന് ദൈവം പറയുന്നു. ദൈവം അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം എന്താണ്? ആമേൻ, ഹല്ലേലൂയ, നിന്റെ സന്തതികളെ ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ കടൽക്കരയിലെ മണൽ പോലെ ആക്കും, കൂടാതെ ഞാൻ നിനക്ക് നിന്റെ സന്തതിക്ക് കനാൻ ദേശം തരുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്യുവാനിടയായി. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമേൻ, എന്നോടും നിങ്ങളോടും ദൈവത്തിന്, ആമേൻ, ഒരു വാഗ്ദത്തമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഇപ്രകാരം പറയുന്നു, ഞാൻ പോയിട്ട് നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഹല്ലേലൂയ. അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം? അബ്രഹാമിനെ പോലെ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചത് കൊണ്ട് അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിക്കാനിടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആകയാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷ ഘട്ടങ്ങൾ വരുമ്പോൾ, ഹല്ലേലൂയ, നാം പതറിപ്പോകരുത്. ആമേൻ. അബ്രഹാം പറഞ്ഞ ഞങ്ങൾ അന്യദേശത്ത് പരദേശികളായി പാർക്കുന്നു എങ്കിലും, ഹല്ലേലൂയ, ആമേൻ, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ ഒരു നഗരത്തിനായിട്ട് ഞങ്ങൾ ആമേൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഹല്ലേലൂയ, ആമേൻ, ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു കൂടാരങ്ങളിൽ പാർത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ മക്കളോട് സുവിശേഷം അറിയിച്ചുകൊണ്ട്, ഈ ലോകം താൽക്കാലികമാണ്, നാം ഇവിടെ പരദേശികളാണ്, നാം അന്യരാണെന്ന്, ആമേൻ, ദിനംതോറും ഏറ്റുപറഞ്ഞ്, ആമേൻ, ദൈവം നമുക്ക് വേണ്ടി, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, കൈപ്പണിയല്ലാത്ത നിത്യമായ ഒരു ഭവനം നമുക്ക് വേണ്ടി ഒരുക്കുന്നുള്ള ആ വലിയ വാഞ്ചിയോടെ മുന്നേറണം എന്നുള്ളതാണ്, ആമേൻ, ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് നമ്മോട് പറയാനുള്ളത്. 5 ന്യായപ്രമാണ യുഗമാണ് പ്രിയമുള്ള ദൈവമക്കളെ. 1700 വർഷമാണ് ന്യായപ്രമാണ യുഗം. അത് മോശ മുഖാന്തരം മരുഭൂമിയിൽ വെച്ച് ന്യായപ്രമാണം, ആമേൻ, ലഭിക്കുന്നത് വരെയും, ആമേൻ, ലഭിക്കുന്നത് തുടങ്ങി, ആമേൻ, യോഹന്നാൻ സ്നാപകൻ വരെ ആയിരുന്നു പ്രിയമുള്ള ദൈവമക്കളെ. അവിടേക്കൊന്നും ഞാൻ കയറുവാനായിട്ട്, ആമേൻ, ആഗ്രഹിക്കുന്നില്ല. കാരണം, ആമേൻ, ക്രൂശ് മരണത്തെ പറ്റി അല്പകാര്യങ്ങൾ പറയാനുണ്ട്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് മോശ മുഖാന്തരം, ആമേൻ, ദൈവത്തിന്റെ വാഗ്ദത്തം പോലെ ഇസ്രായേൽ ജനത്തെ വിടുവിച്ച് മരുഭൂമിയിലൂടെ നടത്തി കനാൻ നാട്ടിൽ കൊണ്ടുവന്നതുപോലെ ഈ കാലഘട്ടത്തിലെ ഈ പാപം നിറഞ്ഞ ലോകത്തിൽ, അശുദ്ധി നിറഞ്ഞ ലോകത്തിൽ, ആമേൻ, ഹല്ലേലൂയ, സാത്താന്റെ അടിമത്തത്തിൽ കിടന്ന എന്നെയും നിങ്ങളെയും കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുത്ത് കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച്, ആമേൻ, ഹല്ലേലൂയ, 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 ആമേൻ, മുന്നേറുമ്പോൾ എന്നോടും നിങ്ങളോടുമുള്ള ഒരു ദൈവത്തിന്റെ നിയമമാണ്. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ വചനം പാലിക്കുക, അനുസരിക്കുക എന്നുള്ള
എന്നുള്ളത് ദൈവത്തിന്റെ ദൈവമക്കളെ അപ്രകാരം ദൈവകൃപ പ്രാപിച്ച് ഹല്ലേലൂയ കൃപയിൽ മുന്നേറുവാൻ ദൈവം സഹായിക്കണം. മരുഭൂമി യാത്ര അവർക്ക് കഠിനമായിരുന്നു. എന്നാൽ ഹല്ലേലൂയ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും അവരുടെ മുമ്പിൽ നിന്നും പിമ്പിൽ നിന്നും മാറാതെ നിന്നിരുന്നുവെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ അവർക്ക് വേണ്ടുന്ന ആഹാരം ദൈവം അവർക്ക് കൊടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ശത്രുക്കളെയൊക്കെ കീഴടക്കി, രാജാക്കന്മാരെയൊക്കെ അവർ ജയിച്ചടക്കി അവരവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാനിടയായി. പുതിയ തലമുറ ദേശം കൈവശമാക്കുവാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഇന്ന് കാലത്തും ഈ കാലത്തും നമ്മൾക്ക് ദൈവമക്കൾക്ക് ഹല്ലേലൂയ സ്തോത്രം. നാം സിയോൻ സഞ്ചാരികളാണ്, സിയോൻ യാത്രക്കാരാണ്. നമുക്ക് യുദ്ധമുണ്ട്. പൈശാചികനോട് നമുക്ക് യുദ്ധമുണ്ട്, വൈരിയോട് നമുക്ക് പോരുണ്ട്, കാഠിന്യമുണ്ട്. ഹല്ലേലൂയ നമുക്ക് പ്രതികൂലങ്ങൾ അനവധിയുണ്ട്. എന്നാൽ അതിനെയൊക്കെ തരണം ചെയ്യുവാൻ ദൈവകൃപ നമ്മോട് കൂടെയുണ്ട് പ്രിയമുള്ളവരെ. ആകയാൽ ഹല്ലേലൂയ സ്തോത്രം. ഈ കാലഘട്ടത്തിൽ ദൈവകൃപ പ്രാപിച്ച് ദൈവം ചെയ്തിരിക്കുന്ന ആ വാഗ്ദത്ത ഭൂമി അല്ലെങ്കിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും കൈവശമാക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അവസാനമായിട്ട് കൃപായുഗമാണ്. കൃപായുഗം ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ യേശുക്രിസ്തുവിന്റെ, ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ ഹല്ലേലൂയ ഹല്ലേലൂയ യേശു കർത്താവിന്റെ ജനനത്തിന് നമുക്കറിയാം, ഞാൻ ഓർപ്പിച്ചതാണ്. മറിയോട് പറഞ്ഞ് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ആമേൻ ആമേൻ ഹല്ലേലൂയ. നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കൃപയിൽ തുടങ്ങിയതാണ് യേശു ക്രിസ്തുവിന്റെ ജനനം. അവന്റെ മരണം, അവന്റെ അടക്കം. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഈ കൃപായുഗം ഹല്ലേലൂയ എത്ര വർഷമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാൽ ഈ കഴിഞ്ഞ യുഗങ്ങളെക്കാളെല്ലാം അധികമായിട്ട് ഈ വർഷം, ഈ യുഗം കഴിഞ്ഞ് തീരുവാനിടയായി. ഹല്ലേലൂയ ഇനി എത്ര നാൾ. ഹല്ലേലൂയ സ്തോത്രം. ലോകവും ദൈവത്തിന്റെ വചനവും ലോകത്തിലെ സംഭവങ്ങളും എല്ലാം നമ്മെ വിളിച്ചറിയിക്കുന്നത് ഇനി അല്പകാലം മാത്രമേ ഉള്ളെന്നാണ്. ഹല്ലേലൂയ. ആകയാൽ ഈ ദിവസങ്ങളില് ഒന്നിൽ കർത്താവിന്റെ വരവ് നടക്കും എൻ്റെ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ സ്തോത്രം. ഈ കൃപായുഗത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ യേശുക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്നു. ഹല്ലേലൂയ അവൻ മരിച്ച് അടക്കപ്പെട്ട് അവൻ ഉയർത്തെഴുന്നേറ്റ്. ഹല്ലേലൂയ ഇന്നും അവൻ സ്വർഗത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ. എങ്കിലും അല്പം വിശദമായിട്ട് ആ കാര്യങ്ങളെ അല്പമായിട്ട് ചിന്തിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ കൃപായുഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹല്ലേലൂയ ചില കാര്യങ്ങൾ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് പറയുമ്പോൾ പാപം ക്ഷമിക്കുന്ന ഒരു യുഗമാണ്. ഹല്ലേലൂയ ദൈവത്തിന്റെ ദയയും ഹല്ലേലൂയ ദൈവത്തിന്റെ കരുണയും മനുഷ്യന്റെ മേൽ വർഷിച്ച യുഗമാണ് കൃപായുഗം എന്ന് പറയുന്നത്. തിരുവചനം പറയുന്നു ഹല്ലേലൂയ രക്താംബരം പോലെ ചുവപ്പായാലും ഹല്ലേലൂയ സ്തോത്രം 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 എത്ര കടും ചുവപ്പായ പാപമായാലും അതിനെ ഹിമം പോലെ വെണ്മ പോലെ വെളുപ്പിക്കുവാൻ കഴിവുള്ള കുഞ്ഞാടിന്റെ രക്തം നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന യുഗമാണ് ഹല്ലേലൂയ സ്തോത്രം ഈ കൃപായുഗം എന്ന് പറയുന്നത്. ഹല്ലേലൂയ രണ്ടാമതായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ ഒരു മധ്യസ്ഥനും നമുക്ക് വേണ്ട. ഹല്ലേലൂയ ദൈവം മാത്രമാണ്. ഹല്ലേലൂയ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഏക മധ്യസ്ഥൻ അവൻ യേശു ക്രിസ്തുവാണ്. എന്നാൽ ഇന്ന് ലോകത്തിൽ അനേക മധ്യസ്ഥന്മാരെ ഹല്ലേലൂയ ഇടിവിൽ നിർത്തുന്നുണ്ട്. ഇന്ന് ഹല്ലേലൂയ സ്തോത്രം നമുക്കറിയാമല്ലോ, ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങി. ഹല്ലേലൂയ അനേക മഹാന്മാർ അവർക്ക് മുമ്പുണ്ടായിരുന്നവരും ഒക്കെ ലോകത്തിൽ നിന്ന് വിടവാങ്ങി പോയി പ്രിയമുള്ളവരെ. എന്നാൽ അവരാരും പറഞ്ഞില്ല എന്നോട് അടുത്ത് വരുവീനെന്ന്. ഹല്ലേലൂയ അല്ലെങ്കിൽ എന്നോട് കേട്ടു പഠിപ്പീനെന്ന്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഞാനാകുന്ന ലോകത്തിന്റെ വെളിച്ചമെന്ന്, ഞാൻ ജീവന്റെ അപ്പമാകുന്നുവെന്ന്, ഞാൻ പുനരുത്ഥാനവും ജീവനും ആകുന്നുവെന്ന്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി ആകുന്നുവെന്ന്. ഹല്ലേലൂയ 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 ഇവരാരും പറഞ്ഞില്ല പ്രിയമുള്ളവരെ. സ്തോത്രം. അവരെല്ലാവരും മരിച്ചു അടക്കപ്പെട്ടു. സ്തോത്രം. അവരാരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ കർത്താവ് റോമൻ ഗവൺമെന്റിന്റെ മുദ്രയെ പൊട്ടിച്ചുകൊണ്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി പിതാവിന്റെ വലത്തുഭാഗത്ത് ഇന്നും തന്റെ ജനത്തിനു വേണ്ടി മധ്യസ്ഥത
ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയുവാൻ, നമുക്ക് മധ്യസ്ഥത അണയ്ക്കുവാൻ നമ്മുടെ കർത്താവല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് യേശുവിങ്കലാക്ക് ചാരി ആമേൻ ഹല്ലേലൂയ അവനെ മാത്രം ആശ്രയമാക്കി നീ മാത്രമാണ് എൻ്റെ ഏക മധ്യസ്ഥനെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ പിതാവിനോട് പുത്രമുഖാന്തരം അപേക്ഷിപ്പാനുള്ള ആമേൻ ഏത് സമയത്തും ഏത് പാപിക്കും ഹല്ലേലൂയ കൃപാസനത്തോട് അടുത്തു വരുവാൻ, ആമേൻ പാപമേറ്റു പറയുവാൻ, കാര്യങ്ങൾ സംസാരിക്കുവാൻ അവകാശം തന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ആമേൻ. ഹൃദയം തകർന്നാൽ ഹല്ലേലൂയ, ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നാൽ, ആമേൻ, മനം തകർന്നാൽ അവരുടെ മുറിവുകളെ കിട്ടുന്ന ഒരു യുഗമാണ്. ഹല്ലേലൂയ. ആർക്കും ഉത്തരം കിട്ടുന്ന ഒരു യുഗമാണിത്. ഹല്ലേലൂയ. എല്ലാറ്റിലുപരിയായി പരിശുദ്ധാത്മാവിന്റെ പകർച്ചയുടെ ഒരു യുഗമാണ്. ഹല്ലേലൂയ. സഭയെ നടത്തുന്നത്, സഭയെ ഒരുക്കുന്നത്, ദൈവത്തിന്റെ ഹല്ലേലൂയ കുഞ്ഞാടിന്റെ കല്യാണത്തിന് വേണ്ടി തന്റെ സഭയെ, തന്റെ കാന്തയെ ഒരുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ കൃപായുഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ ആരംഭിക്കുന്നതാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തോടെയാണ് സഭ സ്ഥാപിതമായത്. ആ സഭയെ നടത്തുന്നത്, ആ സഭയെ ഒരുക്കുന്നത് ആമേ ആത്മീയ ഉത്തേജനവും ആത്മീയ ജീവനും ആത്മീയ ചൈതന്യവും ക്രിസ്തുയേശുവിലുള്ള ദർശനവും വെളിപ്പാടും ഹല്ലേലൂയ നിത്യജീവന്റെ പ്രത്യാശയും ഹല്ലേലൂയ എല്ലാം 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 നമ്മളിൽ തരുന്നത്, യേശു പഠിപ്പിച്ച കാര്യങ്ങൾ ഓർപ്പിക്കുന്നത് ആമേൻ എല്ലാം പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ഒരു കാര്യസ്ഥനായി ആമേൻ നമ്മുടെ വീടിന്റെ കാര്യങ്ങൾ നോക്കുന്ന ഒരാളെ പോലെ നമ്മുടെ ദൈവജനത്തിന്റെ കാര്യങ്ങൾ നോക്കുവാൻ, അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഹല്ലേലൂയ ഒരു വിശ്വസ്തനായ കാര്യവിചാരകനെ പോലെ ആമേൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ആമേൻ ദൈവമക്കളെ, ഈ യുഗത്തിന്റെ അവസാനത്തിലാണ് നാം വന്നെത്തിയിരിക്കുന്നത്. ഈ യുഗത്തിന്റെ അവസാനത്തിൽ എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത്? ആമേൻ സ്തോത്രം സ്തോത്രം. ഞാൻ ഓർപ്പിച്ചതുപോലെ ആമേൻ ഇന്ന് ആമേൻ ഹല്ലേലൂയ ദൈവജനത്തോട് അല്ലെങ്കിൽ മനുഷ്യനോട്, മനുഷ്യവർഗത്തോട് ദൈവത്തിന് സ്നേഹവും ദയയും കരുണയും ആമേൻ മനസ്സലിവും ദീർഘക്ഷമയും എല്ലാം ഉള്ള ഒരു കാലഘട്ടമാണ് കൃപായുഗ. പാപമെല്ലാം മാറ്റിക്കൊടുക്കുന്ന, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുന്ന യുഗമാണ് കൃപായുഗം എന്ന് പറയുന്നത്. എന്നാൽ ഹല്ലേലൂയ കൃപായുഗത്തിന്റെ അന്ത്യത്തിൽ ഇതാ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ ദൈവത്തിന് മനുഷ്യരോടുള്ള ആ മൃദുലമായ സമീപനം അല്ലെങ്കിൽ അവന്റെ സ്നേഹസ്പർശം, സ്നേഹമായ സംസാരം അതെല്ലാം നിന്നു പോകുവാനിടയായി തീരും. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 5, 6, 7 ഒക്കെ വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ഞാൻ മഹാദയയും ഞാൻ കരുണയും ദീർഘക്ഷമയുമുള്ള ദൈവമാണെന്ന്. അത് പുതിയ നിയമത്തിൽ എൻ്റെ കർത്താവ് അത് അതുപോലെ തന്നെ കാണിച്ചു. അവന്റെ അടുക്കൽ കടന്നു വന്നവരെ അവൻ മനസ്സലിഞ്ഞു, രോഗികളെ സൗഖ്യമാക്കി, വിശന്നവർക്ക് ആഹാരം കൊടുത്തു, കുരുടർക്ക് കാഴ്ച കൊടുത്തു. എല്ലാറ്റിലുപരിയായി ഞാൻ തന്നെയാണ് പുനരുത്ഥാനം, ഞാൻ തന്നെയാണ് ജീവൻ, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിനെ കാണുവാൻ കഴിയുകയില്ല, സ്വർഗരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല എന്നുള്ള ആമേൻ ആ ദൂത് വിളിച്ച് പറഞ്ഞിട്ടാണ് എൻ്റെ കർത്താവ് കടന്നു പോകുവാനിടയായത്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് ദയ മാറ്റപ്പെടും പ്രിയമുള്ളവരെ. ദൈവകോപം ആമേൻ ആമേൻ തീ പോലെ ആമേൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ പോകുകയാണ് കൃപായുഗത്തിന്റെ അവസാനത്തിൽ. ആമേൻ ഹല്ലേലൂയ. മനുഷ്യവർഗത്തിന് ഇന്നൊരു കൾച്ചറുണ്ട്. ആമേൻ മനുഷ്യവർഗത്തിന് ഇന്നൊരു രീതിയുണ്ട്. ഹല്ലേലൂയ. കുടുംബം, ബന്ധങ്ങള്, ഭാര്യ, ഭർത്താവ്, സ്നേഹം, ദയ, കരുണ, അനുകമ്പ, ദീർഘക്ഷമ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഒരു കാര്യങ്ങളൊക്കെ ജയിച്ചു വരുമ്പോൾ അനുമോദനം കൊടുക്കുന്നുണ്ട്, പ്രശംസ കൊടുക്കാറുണ്ട്. ഹല്ലേലൂയ. അവരെ പ്രശംസിക്കാറുണ്ട്, അവർക്ക് അവാർഡുകൾ കൊടുക്കാറുണ്ട്. അങ്ങനെ മാനുഷികമാകുന്ന രീതിയിലുള്ള എല്ലാ കൾച്ചറുകളും കൃപായുഗത്തിന്റെ അവസാനത്തോടെ മാറ്റപ്പെടും പ്രിയമുള്ള ദൈവമക്കളെ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് ഒരാൾ കടന്നു വന്നാൽ നമുക്ക് മനുഷ്യരോട് സ്നേഹമുണ്ട്, ആതിഥേയത്വമുണ്ട്, അവരോട് വിധേയത്വമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ അന്ത്യകാലം വരുമ്പോൾ അതെല്ലാം മാറ്റപ്പെടുന്ന ഒരു കാലയളവാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. അത് കഴിഞ്ഞതിന് ശേഷമായിട്ട് മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവവചന പ്രകാരമുള്ള ദൈവത്തിന്റെ സഭ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ മണവാട്ടി സഭ ഹല്ലേലൂയ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. ഹല്ലേലൂയ. അതായത് ദൈവം ആഗ്രഹിക്കുന്ന, തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യതകൾ അനുസരിച്ച് ക്രിസ്തീയ ജീവിതം നയിച്ച ആമേൻ ഈ തലമുറയിലെ
ദൈവ മക്കൾ ഹല്ലേലൂയ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം തന്നു എന്ന് പറഞ്ഞിരിക്കുന്നുവെങ്കിൽ ആ അധികാരം പ്രാപിച്ച ആമേൻ ഹല്ലേലൂയ വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്ന എല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് ആമേൻ ആമേൻ സഭ മാറ്റപ്പെട്ട് അവർ മധ്യാകാശത്തിൽ അവരുടെ പ്രതിഫലത്തിനായിട്ട് കയറേറി പോകുന്ന ആമേൻ ദിനങ്ങളാണ് കൃപായുഗത്തിന്റെ അവസാനം വരാൻ പോകുന്നത്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഏതൊരു പാപിക്ക് സൗജന്യമായ പാപബോധനമുണ്ട്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തിലെ ആമേൻ ഒരു മന്ത്രിമാരെ കാണണമെങ്കിൽ, ലോകത്തിലെ ഒരു നേതാക്കന്മാരെ കാണണമെങ്കിൽ, ഒരു ഡോക്ടേഴ്സിനെ ആമേൻ അങ്ങനെ ഉന്നത തലങ്ങളിലുള്ള ആരെയെങ്കിലും ഒക്കെ നമുക്ക് കാണണമെങ്കിൽ മുന്നമേ അപ്പോയിന്റ്മെന്റ് എടുക്കണം. അവരൊരു ഡേറ്റ് തരും, ടൈം തരും. എന്നാൽ നമ്മുടെ കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ ഈ കൃപായുഗത്തിലെ ഞാൻ ഓർപ്പിച്ചതുപോലെ ആമേൻ ഹല്ലേലൂയ ഏത് സമയത്തും ധൈര്യസമേതം ആമേൻ നമുക്ക് കൃപാസനത്തിങ്കിലേക്ക് അടുക്കപ്പെടുവാൻ നമുക്ക് കഴിയും. പ്രിയമുള്ള ദൈവമക്കളെ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഇനി ആറാമതായിട്ട് പറയുമ്പോൾ ഭൂമിയിൽ നിന്ന് ആമേൻ സഭ എടുക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. ആമേൻ പരിശുദ്ധാത്മാവ് മാറ്റപ്പെട്ടാൽ ഹല്ലേലൂയ ആമേൻ അശുദ്ധാത്മാവ് അല്ലെങ്കിൽ ആ ദുരാത്മാവിന്റെ വ്യാപാരം ഈ ഭൂമിയിൽ ഉണ്ടാകും. പ്രിയമുള്ള ദൈവമക്കളെ ഹല്ലേലൂയ ദുരാത്മാവിന്റെ വ്യാപാരം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. നമുക്കറിയാമല്ലോ ആമേൻ ജീവിത വിശുദ്ധി, ശരീരവിശുദ്ധി, മാനസിക ശാരീരിക വിശുദ്ധികൾ ഒന്നുമില്ലാതെ ജനം പാപത്തിന്റെ ആഴങ്ങളിലേക്ക് ആണ്ടുപോകുന്ന ആമേൻ ഒരു കാലഘട്ടം ഏറ്റവും വേഗം ആമേൻ ആമേൻ സമാപിക്കുവാൻ ആമേൻ സമാഗതമാകുവാൻ പോകുകയാണ്. പ്രിയമുള്ളവരെ ഹല്ലേലൂയ ആമേൻ ഈ ലോകത്തിലെ ഭരണാധികാരികളെല്ലാം മാറ്റപ്പെടും. ഇന്ന് ഭരണത്തിന് വേണ്ടി കസേരയ്ക്ക് വേണ്ടി ആമേൻ പിടിവലി കൂടുന്ന യുദ്ധങ്ങളും മുറവലുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണാധികാരികള്, രാജ്യത്തിന്റെ നേതാക്കന്മാരെല്ലാം മാറ്റപ്പെടും. കാരണം ഒരു ഏക ലോക ഭരണം ആമേൻ ലോകത്തിൽ സ്ഥാപിതമാകുവാൻ പോകുകയാണ്. അതിനുവേണ്ടി ഒരു ഭരണകർത്താവ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും അവന്റെ ആമേൻ ആമേൻ ഹല്ലേലൂയ അനുചരന്മാർ ഈ ഭൂമിയിൽ വാഴുന്നുണ്ട്. പ്രിയമുള്ളവരെ ആമേൻ അവന് വഴിയിൽ നിന്ന് ആമേൻ തടുക്കുന്നവൻ മാറിപ്പോകുമ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെടുമെന്ന് തിരുവചനം പറയുന്നുണ്ട്. അത് കൃപായുഗത്തിന്റെ അന്ത്യത്തിൽ സംഭവിക്കും. ആമേൻ സ്തോത്രം. 198 പരം രാജ്യങ്ങൾ ഒരുമിച്ച് ഹല്ലേലൂയ ആമേൻ സ്തോത്രം അവര് ഒരു അജണ്ട അല്ലെങ്കിൽ ഒരുവന് വേണ്ടി അവരൊരു ഏക ലോക ഭരണത്തിന് വേണ്ടിയൊക്കെ അവർ സൈൻ ചെയ്തതായിട്ടൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ലോകത്തിലെ സിസ്റ്റങ്ങളെല്ലാം മാറും. ആമേൻ ഭൂമി മാറും, ചന്ദ്രൻ മാറും. ആമേൻ ഹല്ലേലൂയ ആഗോള വ്യാപകമായ ആമേൻ ചൂടിന്റെ വർധനവുണ്ടാകും. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ഇതെല്ലാം നാം കൃപായുഗത്തിന്റെ അവസാന നാളുകളിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു എന്ന് നാം ഓർക്കേണ്ടതാണ്. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. കൃപായുഗത്തിന്റെ ആമേൻ അവസാന നാളുകളിൽ സംഭവിക്കുന്ന ഈ കാര്യങ്ങളുടെ ഏറ്റവും ആദ്യത്തെ പടി എന്നതെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശത്തിലെ വരവാണ്. അവന്റെ മേഘത്തിലെ പ്രത്യക്ഷതയാണ്. പ്രിയമുള്ളവരെ ഹല്ലേലൂയ ഇവിടെ കയറി വരുന്ന കർത്താവിന്റെ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ മരിച്ചു മൺമറഞ്ഞു പോയ വിശുദ്ധന്മാർ ഉയർക്കും. ഭൂമിയിൽ ജീവനോടിരിക്കുന്ന നാം രൂപാന്തരം പ്രാപിച്ച് അവരും നാമുമായിട്ട് ഒരുമിച്ച് മേഘത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ ആകാശത്തിൽ എടുക്കപ്പെടും, മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നാണ് തിരുവചനം നമ്മെ വായിക്കുന്നത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം നാം എന്ത് ചെയ്യണം? കർത്താവിന്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങണം. അന്ത്യകാലത്തെ ഏറ്റവും വലിയ ഒരു ലക്ഷണമാണ് യോവേൽ പ്രവചനം പറഞ്ഞതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറഞ്ഞു, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. ആമേൻ. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. ഹല്ലേലൂയ. അന്ത്യകാലത്ത് വന്നെത്തിയിരിക്കുമ്പോൾ സഭയ്ക്ക് പീഡനമുണ്ട്. ആമേൻ. ആരംഭം പോലെ തന്നെ അവസാനമാണെന്ന്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ഈ കൃപായുഗം നമ്മെ വിളിച്ചറിയിക്കുകയാണ്. കൃപായുഗത്തിന്റെ ആരംഭത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഉണ്ടായി. ആമേൻ. സഭ വർദ്ധിച്ചു. ആമേൻ. ജനം പെരുകി. ഹല്ലേലൂയ. അതിനായിട്ട് സഭയ്ക്ക് പീഡകൾ ഉണ്ടായി. അവര് ചിതറിപ്പോകുവാനിടയായി. പോയിടത്തെല്ലാം വചനം പ്രസംഗിച്ചു. അവിടെ എല്ലാ സഭകളും സ്ഥാപിക്കപ്പെട്ടു. എന്നെ കേൾക്കുന്നത് മക്കളെ, എനിക്കൊരു
ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. എന്നാൽ എന്റെ മുമ്പിൽ സമയം അധികമില്ലല്ലോ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ആമേൻ സ്തോത്ര 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 കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ തന്നെ ആമേൻ നമ്മോടും ദൈവം പറയുകയാണ്. ഹല്ലേലൂയ. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരുമെന്നുള്ള ആ വചനം ഇന്ന് നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പീഡകള് ആമേൻ ആദിമകാലം പോലെ തന്നെ ഇന്ന് ദൈവജനത്തിനുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അനേകരെ കൊന്നുകളയുകയാണ്, നിഷ്കരണം കൊല്ലുകയാണ്, പീഡകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവജനത്തിന് മുന്നേറി പോകുവാൻ കഴിയാത്തവണ്ണം പീഡകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ആമേൻ വിശ്വാസ ത്യാഗം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാലയളവിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. കർത്താവ് പറഞ്ഞ അന്ത്യകാലത്ത് വിശ്വാസം ഭൂമിയിൽ കണ്ടെത്തുമോ? ഹല്ലേലൂയ. ആ കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ആമേൻ പീഡകൾ വർദ്ധിക്കുമ്പോൾ, ആമേൻ ജനങ്ങളെ നിഷ്കരണം കൊന്നുകളയുമ്പോൾ, ആലയങ്ങളെ ചുട്ടുകരിക്കുമ്പോൾ, ജനങ്ങളെ തല്ലുമ്പോൾ, അവരെ കൊല്ലുമ്പോൾ, ആമേൻ അനേകരെ വിശ്വാസം ത്യജിച്ചു കളയും. പ്രിയമുള്ളവരെ, പീഡ ഇന്നും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോഴാണ് ദൈവം തനിക്കായി കാത്തിരിക്കുന്ന തന്റെ ജനത്തെ ചേർക്കുന്നത്. തന്റെ ജനത്തെ കർത്താവ് ചേർത്ത് ഈ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ അധർമ്മമൂർത്തിയുടെ വെളിപ്പാടാണ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, നമുക്കിതിൻ്റെ നടുവിൽ ഒരു ഉത്തരവാദിത്വമുണ്ട് പ്രിയമുള്ളവരെ. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കർത്താവിനോട് അവർ ചോദിക്കുന്ന അപ്പോസ്തലന്മാർ ചോദിക്കുന്നുണ്ട്, നിന്റെ വരവിന് അല്ലെങ്കിൽ ലോകാവസാനത്തിനൊക്കെ ഇതൊക്കെ എപ്പോഴാണ് സംഭവിക്കുന്നത് കർത്താവേ, ആമേൻ സ്തോത്രം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹല്ലേലൂയ. ഈ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 4-ഉം 6-ഉം ഒക്കെ വാക്യം വായിക്കുമ്പോൾ ഈ കാലത്തിലാണോ രാജ്യം യഥാസ്ഥാനത്താക്കുന്നതൊക്കെ ചോദിക്കുമ്പോൾ കർത്താവരോട് പറയാണ്, നിങ്ങളതൊന്നും അറിയണ്ട പ്രിയമുള്ളവരെ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് 2 ഉത്തരവാദിത്വം തരാം. ഒന്ന്, നിങ്ങൾ കാത്തിരിക്കണം, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, നിങ്ങൾ സകല സൃഷ്ടികളോട് സുവിശേഷം അറിയിക്കണം. ഈ കാലയളവിൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് എന്താണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ കാത്തിരുന്ന് ശക്തി പ്രാപിക്കണം. അവിടെ നമുക്കറിയാം, അവരോട് ദൈവം പറയുകയാണ്, ആമേൻ നിങ്ങൾ ഉയരത്തിലെ ശക്തി ധരിക്കുവോളം യെരൂശലേമിൽ തന്നെ പാർക്കണം. ഹല്ലേലൂയ. കാരണം നിങ്ങൾ മുക്കുവരാണ്. ആമേൻ നിങ്ങൾ അധികം വിദ്യാഭ്യാസമില്ലാത്തവരാണ്. ആമേൻ നിങ്ങൾ ടാക്സ് കളക്ടേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. എന്നാൽ ഹല്ലേലൂയ, നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഉയരത്തിലെ ശക്തി കാത്തിരുന്ന് പ്രാപിക്കണം. അത് പ്രാപിക്കുന്നത് വരെ നിങ്ങൾ ആമേൻ യെരൂശലേം വിട്ടു പോകരുത്. ഹല്ലേലൂയ. കാരണം ആമേൻ നിങ്ങൾക്ക് പ്രസംഗിക്കണമെങ്കിൽ, നിങ്ങൾക്ക് രോഗികളെ സൗഖ്യമാക്കണമെങ്കിൽ, നിങ്ങൾക്ക് പീഡയുടെ മുമ്പിൽ നിൽക്കണമെങ്കിൽ ആമേൻ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണം. ഈ കാലഘട്ടത്തിൽ ദൈവജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ആമേൻ ഹല്ലേലൂയ, അന്ത്യകാലത്ത് എല്ലാ ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾക്കൊരു കാത്തിരിപ്പ് ആവശ്യമാണ്. നിങ്ങൾക്ക് സുവിശേഷം അറിയിക്കുവാൻ വാഞ്ചയുണ്ടെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ആമേൻ. നമുക്കറിയാമല്ലോ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി അവർ കാത്തിരുന്നു. അവർ ശക്തി പ്രാപിച്ചു, ബലമേറ്റെടുത്തു. പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു, 3000 പേര് രക്ഷിക്കപ്പെട്ടു. ആമേൻ ഹല്ലേലൂയ. സ്തോത്ര സ്തോത്ര സ്തോത്ര. നമുക്കറിയാം, അന്ന് ആമേൻ ഹല്ലേലൂയ അല്ലെങ്കിൽ യെരൂശലേമിൽ ആരംഭിച്ച ആമേൻ ഹല്ലേലൂയ ആ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി, ആമേൻ നമുക്ക് അറിയുന്നത് പോലെ, അല്ലെങ്കിൽ ആ ഉയരത്തിലെ ശക്തി ഇസ്രായേലിൽ നിന്ന് ആമേൻ ഹല്ലേലൂയ സ്തോത്രം യൂറോപ്പിലൂടെ വടക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ താണ്ടി അത് നമ്മുടെ ഹല്ലേലൂയ കേരളക്കരയിലും എത്തുവാനിടയായി. അതുകൊണ്ടാണ് പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് സുവിശേഷം അറിയുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. എങ്ങനെയാണ് ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാൽ ഹല്ലേലൂയ ആമേൻ തിരുവെഴുത്തില ആമേൻ ഹല്ലേലൂയ ലോകത്തിന്റെ അന്ത്യം വരെ, അവസാനം വരെ, അറ്റം വരെ ഒക്കെ സുവിശേഷം അറിയിക്കണമെന്ന് തിരുവെഴുത്ത് പറഞ്ഞുവെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാതെ നമുക്കതിന് കഴിയുകയില്ല. അതുകൊണ്ട് സാധുക്കളാകുന്ന കേരളത്തിൽ പാർക്കുന്ന ആമേൻ നമ്മുടെ അടുക്കലും ആ പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി എത്തി, അല്ലെങ്കിൽ ആ തിരുവചനം എത്തി. അതുകൊണ്ടാണ് ഈ രാത്രി വേളയിൽ ഞാനും നിങ്ങളോട് സുവിശേഷം അറിയിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പ്രിയമുള്ള ദൈവമക്കളെ, ആമേൻ ഈ സുവിശേഷം കൊണ്ടുവരുവാൻ അന്ന് വാഹനങ്ങളൊന്നുമില്ലായിരുന്നു. ആമേൻ. എന്നാൽ ഹല്ലേലൂയ ആ ദൈവത്തിന്റെ ശക്തിയാൽ ആമേൻ സുവിശേഷം ലോകമൊട്ടുക്ക് വ്യാപരിപ്പാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ഇന്ന് ഈ കൃപായുഗ
യുഗത്തിന്റെ അവസാനത്തിലേക്ക് വന്നിരിക്കുമ്പോൾ കർത്താവ് പറയുന്നു, അന്ത്യനാളുകളിലാ ആമേൻ ആരംഭത്തിങ്കലെ പോലെ നിങ്ങൾക്ക് പീഡകൾ ഉണ്ടാകും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. 2 പത്രോസ് 1-2 അധ്യായത്തിലൊക്കെ വായിക്കുന്നത് കള്ളപ്രവാചകന്മാർ, ദുരുപദേശം പ്രയോഗിക്കുന്നവര്, പറയുന്നവര് ഒക്കെ ഹല്ലേലൂയ സ്തോത്രം കർത്താവിന്റെ ശുശ്രൂഷയാണെന്ന് പറഞ്ഞ് വ്യാജമായ ഉപദേശം നിങ്ങളിലേക്കൊക്കെ പരത്തും. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം നിങ്ങൾ അതിനെയെല്ലാം തിരിച്ചറിയണം. ഏതാത്മാവിനെ നിങ്ങൾ വിശ്വസിക്കരുത്, അത് വ്യാജമാണോ എന്ന് നാം തിരിച്ചറിയണമെങ്കിൽ ആമേൻ വിവേചനത്തിന്റെ ആത്മാവ് പ്രാപിക്കണമൊക്കെ തിരുവെഴുത്ത് നമ്മളോട് പറയുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം ഇന്ന് ഈ കാലഘട്ടത്തിൽ കർത്താവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ള ദൈവമക്കളെ. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാൽ ആമേൻ ആമേൻ കൃപായുഗത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്തോടു കൂടിയാണല്ലോ. ആമേൻ യേശുക്രിസ്തു കാൽവരിയിൽ മരിച്ചത് എന്തിനാണെന്ന് ആമേൻ ചില കാര്യങ്ങൾ ആമേൻ ഹല്ലേലൂയ പോയിന്റുകൾ മാത്രം ഓർപ്പിച്ച് ഞാൻ വേഗം എൻ്റെ മെസ്സേജിൽ നിന്നിരിക്കാനായിട്ട് ആണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ ഇതെല്ലാം എൻ്റെ പ്രസംഗത്തിനകത്തൂടെ കടന്നു വന്നതാണ്. എന്നാൽ ആരെങ്കിലും പഠിക്കുവാനോ ചിന്തിക്കുവാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, നമ്മുടെ കർത്താവ് എന്തിനാണ് ഹല്ലേലൂയ ക്രൂശ് മരണം ഏൽക്കുവാനായിട്ട് കടന്നു വന്നത്. ഒന്നാമതായിട്ട് ആമേൻ എഫെസ്യ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ആമേൻ ഹല്ലേലൂയ എല്ലാ വാക്യങ്ങളും വായിക്കുന്നില്ല, ഞാൻ എൻ്റെ ഉള്ളടക്കം പറഞ്ഞുകൊള്ളാം. ആമേൻ ശത്രുത്വം ഇല്ലാതാക്കി ആമേൻ നമുക്ക് സമാധാനം തരുവാനാണ്. ഇരുപക്ഷത്തെയും ഒന്നാക്കി, അല്ലെ യഹൂദനെന്നും യവനെന്നും ആമേൻ വ്യത്യാസമില്ലാതെ, ജാതി എന്ന് വ്യത്യാസമില്ലാതെ ഇരുപക്ഷത്തെയും ഒന്നാക്കുവാനാണ്. ആമേൻ എല്ലാവർക്കും സമാധാനം തരുവാനാണ് കർത്താവ് കാൽവറിയിൽ മരിക്കുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ സ്തോത്രം. രണ്ടാമതായിട്ട് ആമേൻ ഏറ്റവും പ്രധാനമേറിയ കാര്യമെന്ന് പറയുന്നത് ഹല്ലേലൂയ തൻ്റെ പുത്രന്, ദൈവത്തിൻ്റെ പുത്രന് ഒരു മണവാട്ടിയെ ഒരുക്കുവാൻ വേണ്ടി, ഒരു സഭയെ ഒരുക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തൻ്റെ ജീവനെ ബലിയായി നമുക്ക് വേണ്ടി തന്നത്. ഹല്ലേലൂയ. അടുത്തതായിട്ട് നാം ചിന്തിക്കുമ്പോൾ ദൈവ കോപത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുവാനാണ്. ആമേൻ ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കണമെന്നുള്ള, ദൈവത്തെ ആരാധിക്കണമെന്നുള്ള, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ലംഘിച്ചതുകൊണ്ട്, നിയമങ്ങളെ ലംഘിച്ചതുകൊണ്ട് ആമേൻ സ്തോത്രം അവരെ ശിക്ഷിക്കണമെന്നുള്ള ആമേൻ ദൈവ കോപത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുവാൻ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാനിടയായി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആമേൻ 1 യോഹന്നാൻ 4:10 പറയുന്നു, ദൈവം തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാക്കുവാൻ അയച്ചു തന്നു. ഹല്ലേലൂയ. അടുത്തതായിട്ട് പറയുന്നത് ആമേൻ സ്തോത്രം ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന്, ആമേൻ മരത്തിന്മേൽ തൂങ്ങുന്നവനല്ല ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്ന ദൈവിക ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങുവാൻ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വാക്യമാണ്. ആമേൻ ഹല്ലേലൂയ. യേശു തന്റെ രക്തം നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന മറുവിലയായിട്ട് തന്റെ രക്തം പിതാവിനെ കൊടുത്തു. ഹല്ലേലൂയ. നമ്മെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, ആമേൻ ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിപ്പാനിടയായി. 5-ാമതായിട്ട് പറയുമ്പോൾ ആമേൻ റോമർ 5:10 ആമേൻ നാം ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ തന്റെ പുത്രന്റെ മരണത്താൽ നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നു. ആമേൻ ആമേൻ ഹല്ലേലൂയ. ആമേൻ ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവമായിട്ട് ശത്രുത്വം ഉണ്ടായ, അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ആമേൻ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചത് മൂലം ദൈവത്തിൽ നിന്ന് അകന്നുപോയ ആമേൻ ആ മനുഷ്യനെ ദൈവമായിട്ട് നിരപ്പിക്കുവാൻ എൻ്റെ യേശു കടന്നു വരുവാനിടയായി. ആമേൻ മാനവജാതിയോട് മുഴുവനുമായിട്ടുള്ള ദൈവസ്നേഹത്തിന്റെ പ്രദർശനമാണ് യേശു കർത്താവിന്റെ കാൽവരി മരണം. യോഹന്നാൻ 3:16 അത് വിളിച്ചു പറയുന്നു, തന്റെ ഏകജാതനായ പുത്രന് വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ സ്തോത്രം. അടുത്തതായിട്ട് പറയുന്നു പാപത്തിന്റെ ശിക്ഷയായ മരണം. റോമർ 8:1 പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ഞാനും നിങ്ങളും യേശു കർത്താവിൽ വിശ്വസിക്കുന്നവരാണോ? ഹല്ലേലൂയ. അപ്രകാരം ജീവിക്കുകയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും പാപത്തിൻ്റെതായ ആമേൻ ഇനി ഒരു ശിക്ഷാവധിയില്ല. കാരണം ആ പാപത്തിന്റെ ശമ്പളമായ മരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലായിട്ട് ഏറ്റെടുക്കുവാനിടയായി. അവനിൽ വിശ്വസിക്കുന്നവർക്ക് അവന്റെ രക്തം മൂലം ആമേൻ ആമേൻ പാപത്തിന്റെ പരിഹാരമുണ്ട്. അതാണ് ക്രൂശീകരണം ആമേൻ നമ്മെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ
ഹല്ലേലൂയ സ്തോത്രം. അടുത്തതായിട്ട് പറയുന്നു ആമേൻ 1 പത്രോസ് 3:18 ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. അല്ലെങ്കിൽ അവൻ ആത്മാവിൽ ജീവിച്ചു. ഹല്ലേലൂയ. പാപം നിമിത്തം അവൻ മരണമേറ്റു, ആത്മാവിനാൽ അവൻ ജീവിച്ചെഴുന്നേറ്റ്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ്? നമ്മെ ദൈവത്തോട് അടുപ്പിക്കുവാൻ. ഹല്ലേലൂയ. 10ാമതായിട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് നിത്യജീവനെ തരുവാനായിട്ട് യോഹന്നാൻ 3:18 അതിൻ്റെ 36 ഒക്കെ വായിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ആ ഏതൊരുവന് ഹല്ലേലൂയ കർത്താവിനെ സ്നേഹിക്കുന്നുവോ അവർക്ക് നിത്യജീവനെ തരുവാൻ നമ്മുടെ കർത്താവ് ഈ കാൽവരി ക്രൂശ് യാഗമായി തീർന്നു. ആമേൻ. യേശു ആരാണ്? മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട്. ഹല്ലേലൂയ. മനുഷ്യന്റെ ആദാമ്യ പാപത്തിൽ നിന്നും കർമ്മപാപത്തിൽ നിന്നും അവനെ വിടുവിക്കുവാനായി. ഹല്ലേലൂയ. മനുഷ്യവേഷം ധരിച്ച ദൈവത്തിന്റെ പുത്രനാണ്. ഹല്ലേലൂയ. ലൂക്കോസ് 2:10 പറയുന്നു, അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടേണം. യേശു എന്ന വാക്കിനർത്ഥം ആമേൻ ഹല്ലേലൂയ ലോകത്തിന്റെ രക്ഷിതാവ് എന്നാണ്. പ്രിയമുള്ള ദൈവമക്കളെ, ലോകചരിത്രത്തെ AD എന്നും BC എന്നും തിരിച്ച ആമേൻ ഹല്ലേലൂയ ദൈവപുത്രനാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഹല്ലേലൂയ ഈ ലോകത്തിൽ ജനിച്ചിട്ടില്ല, ജീവിച്ചിട്ടില്ല എന്നൊക്കെ ആമേൻ നിരീശ്വരവാദികൾ ആമേൻ ഹല്ലേലൂയ ചരിത്രകാരന്മാരും ഒക്കെ സ്ഥാപിക്കുവാനായിട്ട് അവർ വളരെയധികം പ്രയത്നം ചെയ്തു. എന്നാൽ അവരുടെയൊക്കെ പ്രയത്നം നിഷ്ഫലമായി പോകുവാനിടയായി. ചരിത്രത്തിന്റെ താളുകളിൽ യേശു കർത്താവ് ജനിച്ചിട്ടുണ്ടോ, മരിച്ചിട്ടുണ്ടോ, ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ തെളിവുകൾ ഇന്നും നിലകൊള്ളുകയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം. യേശു ക്രിസ്തു ഒരു യുഗത്തിന്റെ പുരുഷനാണ്. അവൻ യുഗത്തിന്റെ ശില്പിയാണ്. അവൻ കാലങ്ങൾക്ക് അതീതനാണ്. അവൻ സമയത്തിന്റെ ഹല്ലേലൂയ സൃഷ്ടിതാവാണ്. അവൻ എല്ലാത്തിൻ്റെയും അധിപനായവനാണ്. അവൻ സഭയുടെ അടിസ്ഥാനമാണ്. അവൻ കാലത്തിന്റെ ആണിക്കല്ലാണ്. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ എൻ്റെ യേശുവിനെ പറ്റി പറയുവാനുണ്ട്. ആമേൻ ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ആദ്യത്തെ കുറുവാക്യത്തിലേക്ക് നമുക്ക് വന്ന് അവസാനിപ്പിക്കാം. യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ചത് എന്തിനാണ്? എഫെസ്യർ 1:10 സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെ ക്രിസ്തു യേശുവിൽ ഒന്നായി ചേർക്കായി എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിട്ട് തന്നെ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യേശു ക്രിസ്തുവിനെ ഇത്രത്തോളം പ്രസംഗിക്കുവാൻ എന്താണ് കാരണം? ഹല്ലേലൂയ. ആമേൻ. യേശുവിനെ പ്രസംഗിക്കുവാൻ കാരണമെന്ന് പറയുന്നത് ആമേൻ യേശുവിൻ്റെ ഉയർപ്പാണ്. യേശു ഉയർത്തിട്ടില്ലായിരുന്നു എങ്കിൽ ഹല്ലേലൂയ നമ്മുടെ പ്രസംഗം വ്യർത്ഥമാണ്, നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഓർപ്പിച്ചതുപോലെ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. യേശു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്കൊരു പ്രത്യാശയുണ്ട്, നാം ഉയർക്കും. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. ആമേൻ. അങ്ങനെയാണ് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ആമേൻ നമുക്കൊരു പ്രത്യാശയുണ്ട്. നാമും ഒരു കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കുമെന്നുള്ളതിന്റെ തെളിവായിട്ടാണ് കർത്താവ് ഹല്ലേലൂയ ആമേൻ ലാസറിനെ ഉയർപ്പിച്ചത്. യേശു കർത്താവ് സ്വയം ഉയർത്തു. പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ചു. കാരണം ആമേൻ നമുക്കറിയാം റോമാ ഗവൺമെന്റ് ഹല്ലേലൂയ അല്ലെങ്കിൽ പീലാത്തോസ് ഒക്കെ യേശുവിന്റെ അടക്കം കഴിഞ്ഞതിന് ശേഷം ആമേൻ ആമേൻ അവരുടെ അനുയായികളൊക്കെ വന്ന് പറഞ്ഞു, അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവന്റെ ജഡം എടുത്തുകൊണ്ട് പോയിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റെന്ന് കള്ളക്കഥ പറഞ്ഞുണ്ടാക്കാതിരിപ്പാൻ ആമേൻ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പീലാത്തോസിനോട് പറഞ്ഞു. പീലാത്തോസിന്റെ അനുവാദപ്രകാരം കല്ലറയുടെ മുമ്പിൽ വലിയ കല്ലുരുട്ടി വെച്ചു. ആമേൻ. അവർ കല്ലറയ്ക്ക് മുദ്ര കൊടുത്തു. ഹല്ലേലൂയ. കാവൽക്കാരെയാക്കി, പട്ടാളക്കാരെയാക്കി ആമേൻ കല്ലറ ഉറപ്പുവരുത്തി എന്നാണ് തിരുവചനം പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ പുറത്ത് അവർക്കാകാവുന്ന എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു ഉയർത്തു വരാതിരിക്കാൻ. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം ആമേ പുറത്ത് ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചെങ്കിൽ അകത്തെന്താണ് സംഭവിച്ചതെന്നൂടെ ചിന്തിക്കണമല്ലോ. അകത്ത് ഹല്ലേലൂയ സ്തോത്രം ആമേൻ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം ആമേൻ 21-ാമത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുവിനെ മരണപാശങ്ങൾ ബന്ധിച്ചതായിട്ട് നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. കൊലോസ്യർ 2:15 പറയുന്നു, അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു എന്ന് വായിക്കുന്നു. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ആ കല്ലറയുടെ അകത്ത് മരണം ആമേൻ ഹല്ലേലൂയ സ്തോത്രം പാപത്തിന്റെ ശമ്പളമായ മരണം ഹല്ലേലൂയ സ്തോത്രം അത് അകത്ത് കിടന്ന്
ആമൻ യേശുവിനെ കയറുകൊണ്ട് വരിയുന്നത് പോലെ വരിഞ്ഞു മുറുക്കി. ഹല്ലേലൂയ. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചുവെന്നാണ് വായിക്കുന്നത്. 18-ാം സങ്കീർത്തനം 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആമേ മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ പ്രബിംബിച്ചു, പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കെണികളും എന്നെ തുടർന്ന് പിടിച്ചു. എന്നാൽ എൻ്റെ കർത്താവ് ഇതിനെല്ലാം ജയിപ്പാനിടയായിത്തീർന്നു. എൻ്റെ കർത്താവ് ഇതിനെല്ലാം പൊട്ടിച്ചു പുറത്തു വന്നു. അതുകൊണ്ടാണ് ഹല്ലേലൂയ കർത്താവിൻ്റെ ക്രൂശ് മരണം പ്രസംഗിക്കുന്നത്. മരിച്ച ഒരാളെ പറ്റി ഇത്രയധികം പ്രസംഗിക്കുന്ന വേറെ ആരും ഈ ലോകത്തിലില്ല പ്രിയമുള്ളവരെ. നമ്മുടെ കർത്താവിനെ പറ്റി എത്ര പ്രസംഗിച്ചാലും ആമേനെ എത്രത്തോളം പുകഴ്ത്തിയാലും എത്ര ഉയർത്തിയാലും മതിയാകാത്ത വിധം അവൻ ഉന്നതനാണ്, അവൻ ഉയർന്നതാണ്. ഹല്ലേലൂയ സ്തോത്രം. പിശാചും മത നേതാക്കന്മാരും പീലാത്തോസും എല്ലാം ഒരുമിച്ച് പറഞ്ഞു, ഇനി അവനില്ല, ഇനി അവൻ ഉയർക്കയില്ല, എല്ലാം കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ് അവരുല്ലസിച്ച് ആമേൻ അവർ സന്തോഷത്തോടിരിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ എൻ്റെ യേശു മരണപാശങ്ങളെ പൊട്ടിച്ച് ആമേൻ ആമേൻ വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് ആമേൻ ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കിയെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ യുഗങ്ങളിലൂടെ ഞാൻ കടന്നുപോയല്ലോ. ഈ യുഗങ്ങളിലെല്ലാം നമ്മോട് ദൈവത്തിനൊരു വാഗ്ദത്തമുണ്ട്. ഈ യുഗങ്ങളിലെല്ലാം ദൈവത്തിന് നമ്മോടൊരു സന്ദേശമുണ്ട്. അതൊന്നുകൂടി ആവർത്തിച്ച് കേട്ട് അത് ഏറ്റെടുത്ത് ആമേൻ ദൈവഹിത പ്രകാരം ജീവിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആകയാൽ ഈ കർത്താവ് വരാറായി. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നല്ലോ. അവൾക്ക് ശുദ്ധവും ശുഭ്രമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത് കൊണ്ട് ആകയാൽ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ആമേൻ അവന്റെ മണവാട്ടി പദത്തിൽ എത്തിച്ചേരുവാൻ ആമേൻ വിശുദ്ധിയോടെ നിർമ്മലതയോടെ ജീവിച്ച് ഭയത്തോടെ ഭക്തിയോടെ ജീവിച്ച് കർത്താവ് നമ്മളെ ഏൽപ്പിച്ച് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി ആവോളം കർത്താവിനെ പ്രസംഗിച്ച് ആവോളം കർത്താവിന്റെ സാക്ഷ്യം വഹിച്ച് ആമേൻ ആത്മജീവിതം ചെയ്ത് നിത്യതയിലെത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കേൾവിക്കാരാകുന്ന ആരെങ്കിലും ദുഃഖത്തോടോ ഭാരത്തോടോ വേദനയോടോ നിരാശയോടോ കണ്ണുനീരോടോ ആമേൻ പരാജയത്തിന്റെ ആമേൻ അവസ്ഥയിലോ ആയിരിക്കുന്നുവെങ്കിൽ ദൈവാത്മാവ് നിങ്ങളോട് പറയുകയാണ്, ആമേൻ നിങ്ങളുടെ തീർന്നുപോയി എന്ന് പിശാച് വിധി എഴുതിയ സ്ഥാനത്ത് ആമേൻ ഇന്ന് രാത്രി നിങ്ങൾക്കൊരു ഉയർപ്പുണ്ട്, നിങ്ങൾ കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ. ആകയാൽ ആമേൻ മനം തകർന്നവരുടെ മുറിവ് കെട്ടുന്ന, രോഗികളെ സൗഖ്യമാകുന്ന, പാപികളെ വിടുവിക്കുന്ന ആ നസ്രയനായ യേശുവിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിച്ച് ആമേൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിച്ച് ആമേൻ നിത്യതയിൽ എത്തിച്ചേരുവാൻ ആമേൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്നുള്ള ആഹ്വാനത്തോടും പ്രാർത്ഥനയോടും കൂടെ ഇപ്പോൾ ഈ സന്ദേശം ഇവിടെ നിർത്തുന്നു. സർവകൃപാലുവായ ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയം മുമ്പോട്ട് പോയി ഇതുവരെയും എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഇന്നത്തെ ഈ വചന കേൾവി നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി പരിണമിക്കട്ടെ. ഹല്ലേലൂയ ആമേൻ ആമേൻ. നിത്യത്തിൽ എത്തിച്ചേരുവാൻ ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ മുഖാമുഖം കണ്ടാരാധിപ്പാൻ ആമേൻ കാലസമ്പൂർണ്ണതയിൽ വ്യവസ്ഥ പോലെ തന്നെ ആ പുത്തൻ യെരൂശലേമിലെ പുതിയ ഭൂമിയിൽ നമുക്ക് ഒരുമിച്ച് വാഴുവാൻ കർത്താവ് നമുക്ക് അവസരം നൽകുമാറാകട്ടെ എന്നുള്ള ആഹ്വാനത്തോടും പ്രാർത്ഥനയോടും അവസരം തന്ന പ്രിയ റോസലിൻ സിസ്റ്ററോടും ചീമിനോടും കേട്ടുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കളോടുള്ള നന്ദിയെ സ്നേഹത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. മാറാനാഥ.